അവിടെ ആരെല്ലാം ഉണ്ട് ഞാൻ കണ്ടായിരുന്നു, അവിടെ തന്നെ കണ്ടായിരുന്നു ഞാന്. നമുക്ക് പോവാം, പുറകിൽ ആരെല്ലാം ഉണ്ടായിന്. ക്യാമറയ്ക്കകത്ത് വെള്ളം കയറിയതിന് ശേഷം ബോർഡിന്റെ ഓരോ ഭാഗങ്ങൾ കേടായിട്ട് ഓഫായി പോകുന്നൊരു കാഴ്ച കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നമ്മുടെ ബൈക്ക് വാഷ് ചെയ്യാൻ പോവാ കേട്ടോ. ഗൈസ്, നമ്മൾ കഴുകാൻ പോകുന്ന വണ്ടി ഇതാ കേട്ടോ. വാഷ് ചെയ്യാൻ എങ്ങോട്ടാ പോകുന്നത്? ഒരു വെള്ളച്ചാട്ടത്തിനടുത്താ പോകുന്നത്. അതെ ഗൈസ്, നമ്മളൊരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മുടെ വണ്ടി കൊണ്ട് കഴുകാൻ പോകുന്നത്. 2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ ഒരു അടിപൊളി ഒരു സ്പോട്ടും കൂടെയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. രാവിലെ പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് നടന്നില്ല. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൊച്ചു പറമ്പിലേക്ക് കയറി വന്നേക്കാണ്. ഫുഡ് കൊണ്ടുപോകുന്നത് വാഴയിലക്കകത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നമുക്ക് നല്ലൊരു വാഴയില വേണ്ട, വാഴയിലക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് വേണം നമുക്ക് പോകാൻ. സൂപ്പറല്ലേ? ഇലിമ്പിപ്പുളി ഒത്തിരി അധികം പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൂ ഇട്ടിട്ടുണ്ട്, കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം, അതുപോലെ മൾഗാർഡ്, മീറ്റർ, പെട്രോൾ ടാങ്കിൻ്റെ ഭാഗം, സൈഡ് ഭാഗം, എൻജിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ, ടയറിൻ്റെ ഭാഗങ്ങളിലെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലെ 2 സൈഡ് ടയറിൻ്റെ ഭാഗങ്ങൾ മൊത്തം ചെളിയാട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിൽ ഷോക്ക് അബ്സറിൻ്റെ ഭാഗമുണ്ടല്ലോ, അവിടെ അത്യാവശ്യം ചെളിയുണ്ട്. ഇത്രയധികം ചെളി കാണുമ്പോൾ നിങ്ങൾ ഓർക്കും വണ്ടി കഴുകത്തേ ഇല്ലെന്ന്. ഞാൻ അങ്ങനെ എപ്പോഴും കഴുകത്തില്ല കേട്ടോ. അത്യാവശ്യം കുറേ നാൾ കഴിഞ്ഞാൽ മാത്രമേ കഴുകുള്ളൂ. കഴുകുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കും. ഐസാൻ്റെ വണ്ടിയിൽ ചാർജർ കുത്താനുള്ള സാധനമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കമ്പനി തന്നെ തരുന്നതാണ് കേട്ടോ. നിങ്ങളുടെ വണ്ടിയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കഴുകാൻ പോകുന്നോണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ബക്കറ്റ്, കപ്പ്, പിന്നെ ബാഗിൽ ഞങ്ങൾ ചോറ്, അതേപോലെ തുണികളെല്ലാം ഉണ്ട്. അത് കഴുകാൻ വേണ്ടിയുള്ള അതെല്ലാം ആക്കി വെച്ചേക്കാണ്. കുറച്ചിന്ന് അങ്ങനെയൊക്കെ വണ്ടി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കുത്തനൊരു ഇറക്കുണ്ട്. ആ സുബ്ഹാനല്ലാഹ് പോണ്. ആ ബക്കറ്റിന്റെ ഉള്ളിൽ കൂടെ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. ഓക്കെ, ഡ്രസ്സെല്ലാം എടുത്താൽ മതി. നേരെ നമ്മുടെ കഴുകാനുള്ള സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങാം കേട്ടോ. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. നമ്മുടെ ഇവിടെ കൂടുതൽ റബ്ബർ തോട്ടമാണ്. അപ്പോൾ പഴയ ഇലയൊക്കെ പോയിട്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പോകുന്നതിലേക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതാണ് ഈ കാണുന്നത് നമ്മുടെ കൊച്ചു തൈക്കാവള്ളി ആട്ടോ. ഇവിടെയാണ് നമ്മൾ നിസ്കരിക്കുന്നതൊക്കെ. ഈ വീഡിയോയിൽ എനിക്ക് ഒത്തിരിയധികം നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ പകുതി കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. നമ്മുടെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് തന്നെ കിടക്കുന്നത്. നമ്മൾ പോകുന്ന വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അതിനടുത്ത് തന്നെ 2-3 വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൽ വള്ളപ്പാറ എന്ന് പറയുന്നൊരു വാട്ടർഫോൾസിലേക്കാണ്. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെമ്പിളി വാട്ടർഫോൾസൊക്കെ ഉണ്ട്. റോഡ് സൈഡിലിട്ട് വേസ്റ്റ് കത്തിക്കുന്നൊരു കാഴ്ച കേട്ടോ കാണുന്നത്. നമ്മളങ്ങനെ ഫൈനലി റോട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇനി ഈ റൂട്ടിലൂടെയാണ് നമുക്ക് നേരെ പോകാനുള്ളത് കേട്ടോ. സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ. എത്ര സത്യമല്ല എഴുതി വെച്ചേക്കുന്നത്. അത് കേൾക്കുമ്പോൾ കൊതിയാവുകയാണ്. ഒരു വലിയ വീട് കണ്ടോ, നല്ല ഭംഗിയിൽ പണിതിട്ടുണ്ടല്ലേ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നത് അവൻ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവനല്ലേ. SC ലോറി കിടക്കുന്നുണ്ടോ, അധികം വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു കൊച്ചരുവി കണ്ടോ. ഇവിടെ ആൾക്കാർ കുളിക്കുന്നതൊക്കെ കേട്ടോ. +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ റോട്ടിൽ കൂടെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പഞ്ചായത്തൊക്കെ ആകെ മാറിപ്പോയിട്ടോ. പുതിയ ഹോസ്പിറ്റൽ വരുന്ന ഭാഗമാണിത്. വെമ്പിളി ഉറുമ്പിക്കര 35-ാം മൈൽ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വെമ്പിളി റൂട്ടാട്ടോ പോകുന്നത്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. വെറുതെ അല്ല. ഈ കാണുന്ന പാലം നമ്മുടെ 2017 വെള്ളപ്പൊക്ക സമയത്ത് മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയതാട്ടോ. അതിനുശേഷം ഇവർ പുതുക്കി പണിയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഒന്ന് പണിതായിരുന്നു, അതാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന് വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങി പോകണം. ഇത്
ഒരു ഇരുമ്പ് പാലം പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിപ്പോൾ പുതുക്കി പണിയുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് കൂടെ വേറൊരു റോഡായിട്ട് തന്നെ അവർ മാറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പണിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, നല്ല ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെയാണ് ഇവർ പണിയുന്നത്. ഈ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുള്ള വീടുകളൊക്കെ ചെളിക്കകത്ത് വരെ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. റൈറ്റ് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഞാൻ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിലെത്താം. ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ആ താഴെ കാണുന്ന കിണറുണ്ടല്ലോ, അവിടെ ഇരുന്ന് ഞങ്ങൾ ഒത്തിരി തവണ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പള്ളിക്ക് പോകും. ഈ കാണുന്ന വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്നത്. കൂടുതലും ബംഗാളികളൊക്കെ ആവാനാണ് ചാൻസും. ചെറിയൊരു കൈതത്തോട്ടത്തിന് ഉള്ളിലോട്ട് പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ. ഈ സൈഡിൽ മൊത്തം അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പൈനാപ്പിൾ കൃഷിയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവരിവിടെയുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ വെട്ടിയതിന് ശേഷം കൈത നട്ടു വളർത്തും. ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പ്രത്യേക തരം ഒരു അനുഭവം തന്നെ കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങി നിൽക്കുമല്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ പഴയ ഇലയൊക്കെ പോയിട്ട് പുതിയ ഇല തളിരിടും. ആ സമയം നല്ല രസമായിരിക്കും കേട്ടോ ഈ ഒരു റൂട്ട്. വരുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട് കണ്ട്, ആ ഫ്രൂട്ട് ഞങ്ങൾ കാണിച്ചു തരാം. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചാൽ. മാങ്ങന്റെ ഇലല്ലേ അതേപോലെ ഇരിക്കുന്നല്ല. അതാണ് ആ ഫ്രൂട്ട്. ഇതിന് ഇതുണ്ടോ, പേപ്പറൊക്കെ ഇട്ട് വെച്ച് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ പേപ്പർ ഇട്ടേക്കുന്ന കേട്ടോ. അത് ഇവിടെ എനിക്കത് കിളികളൊക്കെ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. ആ കാണുന്ന മൊത്തം ഇതിൻ്റെ ഒരു ഫാമാണ്. ഇതിലിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കായിരുന്നു. അവക്കാടോ പോലെ ഒരു സാധനമാണ്. ആരും ഇല്ല ഇവിടെ. പഴുത്തതുണ്ട്, അതുപോലെ ഒരു കറുപ്പ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. കേരള के नाम अभी है टेस्ट टेस्ट थैंक यू भैया. ये क्या नाम? अबियू. ഓക്കെ. ഓ ടേസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ആൾ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പൊട്ടിച്ച് നോക്കാം എന്നാ സാധനമാണ്. നല്ല കളറൊക്കെയാണ് കേട്ടോ, മഞ്ഞ കളറ്. പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. മണമുണ്ടോ? ഫ്രാഷൻ ഫുഡിന്റെ എല്ലാം പോലെ ഇരിക്കുന്നത്. फ्रैशन फूट ये प्राशन फूट ഓ നെയ്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് പൊട്ടിക്കാം, ഇപ്പോൾ പൊട്ടിക്കണ്ട. അബിയു എന്ന് പറയുന്ന ഫ്രൂട്ട് ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനെന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫ്രൂട്ട് കാണുന്നത് തന്നെ. ഞങ്ങളങ്ങനെ ആ ഭായിമാർ തന്ന ആ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര പിന്നെയും തുറന്നു കേട്ടോ. ഇവിടെയുള്ള കൊച്ചു കൊച്ചു വീടുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് കൂടുതലും കൃഷിയോടാണ് താല്പര്യം കേട്ടോ. ഒരു വലിയൊരു വീട് കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ ഒരു പശു പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കണ്ടോ, തലയെ കണ്ടോ സാധനം. ഗ്ലാമർ കൂടാണ്. വയസ്സ് നമ്മുടെ വണ്ടി ഓഫായി പോയി. ഒരു കൊച്ചു വീടിരിക്കുന്നുണ്ടോ. ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ഉരുള് പൊട്ടിയ ഭാഗങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. നല്ല കപ്പ കൃഷിയും വാഴക്കൃഷിയൊക്കെ കണ്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം കേട്ടോ. ഇവിടെയുള്ള റോഡും അത്യാവശ്യം മോശമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഉള്ളിലോട്ടുള്ള റോഡൊക്കെ കുറച്ചൊക്കെ നന്നാക്കിയിട്ട് കൊണ്ട് കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും കിടപ്പുണ്ട്. കാപ്പിക്കുരു റോഡിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ ആദ്യം പറിച്ചോണ്ട് പോകും കേട്ടോ. ഈ കാണുന്ന കൊക്കോയുടെ മരം കേട്ടോ, മൊത്തം കൊക്കോയാണ്. കണ്ടുണ്ട്. ഇതൊക്കെ ചെറിയ രീതിയിൽ വെള്ളം വരുന്ന മറ്റേ തോട് പോലത്തെ ഇതാണ്. തോട്ടിൽ വെള്ളമില്ല. വെള്ളമുണ്ട്, അത് താഴെ കുറച്ച് വെള്ളമുണ്ട്. ഇതാണ് ഇതിനകത്ത് കൂടെ വെള്ളം വരുന്നത്. അവസ്ഥ ഇതാണ്. നമ്മൾ വണ്ടി കഴുകാൻ പോകുന്നത് വെള്ളമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നോക്കി സൈഡിൽ കൂടെ ഒരു ചെടി ഇരിക്കുന്നതുകൊണ്ട്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാനൊരു സുഖമുണ്ട്. ഇതൊക്കെ ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ. റൂട്ടിയും ഷാമ്പൂ. കൊച്ചു കുട്ടിക്ക് 3-4 കോരിമുട്ടായി ഉണ്ട്. എടുത്തോ. വെൽക്കം. എല്ലാവരും പോവാ പോടാ. കൂട്ടി കിടക്കാനുള്ള വീട് ഇത്. ഇവരിവിടെ താമസിക്കുന്നില്ല ഇപ്പോൾ. മുകളിലോ അൽഫിയ അവർ വീടല്ലേ. ഇലക്ഷൻ പ്രമാണിച്ച് റോഡിൽ ആൾക്കാർ പോസ്റ്റ് ഒട്ടീരും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളീ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് അത്യാവശ്യം ടൗണിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഇലക്ഷൻ തിരുന്നണം വരെ ഇതൊക്കെ തന്നെ ആയിരിക്കും. വെമ്പിളിയിലെ കൊച്ചു തൈക്കാവള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, ചെറിയൊരു പള്ളി.
വെയിറ്റിംഗ് ഷെഡിൽ നിറച്ച ആൾക്കാരാട്ടോ. ഈ കാണുന്ന പാലം ഉണ്ടല്ലോ, ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിക്കര എന്ന് പറഞ്ഞ സ്പോട്ട് ഉണ്ട്. ഒത്തിരി പേർക്ക് അറിയായിരിക്കും. ഇങ്ങോട്ട് പോകുന്നൊരു വഴിയാട്ടോ. അത്യാവശ്യം നല്ല നല്ല വീടുകളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് ആയി വരുന്നുണ്ട്. നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ തീരെ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. താഴെ ഒരു കൊച്ചു ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ അധികം ജനവാസമൊക്കെ കുറവായതുകൊണ്ട് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊന്നും വലുതായിട്ട് ഇവർ പണിതിട്ടില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കാണ്. +2 എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തിന്റെ വീട് ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അരുണിന്റെ വീട്. അരുണ് ഉണ്ടോ? അവനുണ്ടോ അവിടെ? ഇല്ലല്ലേ. ആരുടെയോ ഒരാളുടെ സമാധിയൊക്കെ കേട്ടോ കാണുന്നത്. ഈ പാലത്തിന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയാം. ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. അത് ഇവിടെ ഒരു ചേച്ചി ഇന്ന് അലക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ആ പാറപ്പുറത്ത് ഇരുന്ന സമാധാനത്തിൽ സന്തോഷത്തിൽ സുഖമായിട്ടിരുന്ന് അലക്കുന്നല്ലേ, ഒരു നല്ലൊരു കാഴ്ച. റോഡ് റോളർ ഉരുട്ടിക്കൊണ്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. റോട്ടിൽ മൊത്തം പാടുണ്ട്. വീടിൻ്റെ ഒരു സൈഡിൽ തന്നെ ചെറിയൊരു മാടക്കട പണിത് വെച്ചേക്കുന്നുണ്ടോ. ഈ കാണുന്നത് മുഴുവനും കൈതത്തോട്ടം കേട്ടോ. ഇവിടുത്തെ കൈതത്തോട്ടത്തിലെ പണിക്കാർ വരുന്നുണ്ടോ. ഇവരിവിടെ കൈതച്ചക്ക പറിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ വണ്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു ചക്ക ഉണ്ടെന്ന് തോന്നുന്നു. റബ്ബറിന്റെ മരങ്ങളൊക്കെ കണ്ടോ. ഇപ്പം നിലവിൽ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടുത്തെ ഇലയൊക്കെ പോയേക്കും കേട്ടോ. ഇനി താമസിയാതെ പുതിയ ഇലയൊക്കെ വരും. വീഡിയോ എടുത്തില്ല ഉപ്പാൻ്റെ. അത് ഈ ചെടിയാണ് കേട്ടോ, ആനത്തകര. ചെടിയൊരു കുരുവൊക്കെ കണ്ടോ. ഉറുമ്പിക്കര, വെമ്പിളി വെള്ളച്ചാട്ടം, ഇതൊക്കെ കാണാൻ അനവധി ആളുകൾ വരുന്നൊരു സ്പോട്ട് കൂടിയാട്ടോ. മുകളിൽ നിൽക്കുന്ന റബ്ബറിൻ്റെ തൈയൊക്കെ കണ്ടോ, അതിനകത്തൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നീട് ഇതുപോലെ വളർന്ന് വലിയ വലിയ മരങ്ങളായി മാറുന്നത്. ഉരുൾപൊട്ടിയ സമയത്തുണ്ടല്ലോ, ഈ കാണുന്ന പാലമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ പുനർനിർമ്മിച്ചതാട്ടോ. ചെറിയ രീതിയിലുള്ള വെള്ളമേ ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ വെള്ളം അവിടെ നിന്നാട്ടോ ഒഴുകി വരുന്നത്. ആ മുകളിൽ കാണുന്ന വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. മണിമലയാറ്, മുണ്ടക്കയാറ്, അങ്ങനെയുള്ള ആറൊക്കെ ഉണ്ടാവുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ അരുവികളിൽ നിന്നും പോകുന്ന വെള്ളമാട്ടോ. ഇവിടെ കണ്ടോ പൂവൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചേക്കുന്നത്. ഈ കാണുന്ന റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞാട്ടോ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ മഴക്കാലത്ത് വെള്ളം കുത്തനെ ഈ ഭാഗത്തു കൂടെ ഒക്കെ ഒഴുകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ റോഡൊക്കെ പൊളിഞ്ഞു പോകാൻ ഒത്തിരി അധികം സാധ്യതയുണ്ട്. ആപ്പിളൊക്കെ തിന്ന് പകുതിയൊക്കെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി വെച്ചു. എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ആ കാണുന്നുണ്ടോ, അത് കാണാൻ വേണ്ടിയിട്ട്. താക്കോൽ എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. മുക്കോട്ട് നേരത്തെ ചാടി ഇറങ്ങി. സാധനങ്ങളൊന്നും ഇവിടെ വെക്കുന്നില്ല കേട്ടോ, എല്ലാം നമ്മൾ കയ്യിലെടുത്തു. അതൊക്കെ പൊളിഞ്ഞ് കിടക്കുക കേട്ടോ. ഇതിലിങ്ങനെ ഇറങ്ങിപ്പോണം. ഇറങ്ങിക്കോ. ആ, ഇതിലിങ്ങനെ വെള്ളം വരുന്നൊരു ഭാഗമാണ്. ഇവിടെ എപ്പോഴും ആൾക്കാർ വരുന്നതാണ്. ആ സ്പോട്ട് കണ്ടോ, മോനെ. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് കയറി പോകാൻ. അതുകൊണ്ടോ ഒരാൾ കയറി പോകുന്നുണ്ടോ. പയ്യെ കയറി പിടിച്ച് കയറണം കേട്ടോ. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ചിലപ്പോൾ സീനാ തെന്നിപ്പോവും. തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ കാണാൻ വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇതുകൊണ്ട് ഇത് മൊത്തം വലിയ വലിയ പാറകളാട്ടോ. അതിനകത്തുകൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ. ഈ പാറയൊക്കെ മുകളിൽ നിന്ന് എങ്ങാണ്ട് ഒഴുകി വന്നാൽ അതെ. പാറയിലൊക്കെ ആരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ. ഈ ഒരു സ്പോട്ടിൽ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അറിയാലോ. ഒരു കുഴി പോലെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ആണോ, അതിനകത്ത് വന്ന് വീണിട്ട് എനിക്കത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ആയിരിക്കും മിക്കാറും. സൈഡിൽ കൂടെ കയറണം. അവിടെ വീഴുന്ന വെള്ളമാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഇതുണ്ട് കേട്ടോ, ചാടാനുള്ള ഭാഗമുണ്ട്. പിന്നെ അത് ആ ഭാഗത്തുനിന്ന് കണ്ടോ, അതിലെ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കാം. വെള്ളം വലിഞ്ഞ് കയറുന്നുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ കണ്ടോ. ചാടുവോ അങ്ങനെ പറയല്ലേ. ഒരാൾ ചാടി ചാടി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഇതുണ്ടോ വെള്ളത്തിനകത്ത് മീനുണ്ട് കേട്ടോ. മീനെ ഞാൻ നമ്മുടെ ക്യാമറയിൽ കൂടെ കാണിച്ചു തരാം. ക്യാമറയ്ക്കുള്ളിൽ വെള്ളം കയറുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് എൻ്റെ ക്യാമറ മൊത്തത്തിൽ ഡാമേജായി മാറിയത്. ക്യാമറയുടെ ചാർജർ പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടപ്പ് ചെറുതായിട്ട് തുറന്നു കിടക്കുക. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പിനകത്ത് കൂടെയായിരുന്നു വെള്ളം കയറിയത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വെള്ളം ബോർഡിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോയിട്ട് അതിങ്ങനെ കേടായതിനു ശേഷം
മൊത്തത്തിൽ ഇങ്ങനെ ഓഫായി മിന്നി കളിക്കുന്നൊരു കാഴ്ചയാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ഇറങ്ങി ചാടാൻ തോന്നും കേട്ടോ. പക്ഷെ ചാടിക്കഴിഞ്ഞാൽ താഴെ മൊത്തം കല്ലാണ്. ഇത്രയധികം കല്ല് ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഉരുള് പൊട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് വന്ന് ഇവിടെ കിടക്കുന്നതാണ്. അറിയാം ആ ശരി, അവരിപ്പോ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു. ഞങ്ങള് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പോട്ടിലൊക്കെ പോവാട്ടോ. കൂടെ നായിക്കൂടിയതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ആ ജസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ആട്ടോ വെച്ചേ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് പോയത്. കണ്ണ് എത്തുന്ന സ്ഥലത്ത് നോക്കി വെച്ചേ. നമ്മളെ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോയാൽ പോലും നമ്മൾ കാണത്തില്ല കേട്ടോ. അപ്പൊ ആരെങ്കിലൊക്കെ ഭാഗ്യം കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. ബി കെയർഫുൾ. എനിക്ക് പോലും തരാതെ ഒറ്റയ്ക്കൊന്ന് കുടിക്കുന്നുണ്ടോ? ഞാനാ പറഞ്ഞപ്പോ എനിക്ക് വന്നിട്ടാ. ഞാൻ കുടിച്ച് ഞാൻ ഇക്കാക്ക് ഞാൻ തരുമെന്ന് എനിക്കറിയാം. ഇക്കാക്ക് അറിയാമല്ലോ. ഹെൽമെറ്റ് കേട്ടോ. നമ്മളിനി ഇവിടുന്ന് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോവാണ്. കൂടുകൂടാണ് ഈ റോട്ടിൽ കൂടെ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ ചെറുക്കം പോണോ? അടിപൊളി. വാവ്, കാട്ടുപുള്ള് കൊണ്ടിട്ടോ അതിൻ്റെ കാലെല്ലാം മുറിഞ്ഞ് റൂട്ട് വഴി നമ്മൾ കയറി വന്നേ. ഇനി ഇതിലെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു വേറെ വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അതിന് പകരം നമ്മൾ പോകുന്നത് ഈ കാണുന്നൊരു ഓഫ് റോഡ് ഉണ്ടല്ലോ. ഇനി ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ. ഈ ഓഫ് റോഡ് ഇങ്ങനെ കറങ്ങി നമ്മൾ ആ ഭാഗത്തുണ്ട്. അതിലേ പോകുമ്പോൾ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത് കേട്ടോ. കാണുന്നത് മുഴുവനും നമ്മുടെ പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ. അവിടെ ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. അന്യായ വ്യൂ ആണ് കേട്ടോ. നോക്കട്ടെ, ഇരുമ്പോടെ വന്നിട്ടുള്ളതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അന്ന്? ഇവിടെ ഇത് തന്നെ ആയിരുന്നു. അതെ, ഈ റോഡിലെ ഈ വഴി പോണത് ഉറുമ്പിക്കരേക്കാണ് അല്ലേ? ഉറുമ്പിക്കരല്ലേ? ഉറുമ്പിക്കരല്ലേ, ഉറുമ്പിക്കര അപ്പുറത്താണ്. ഈ വഴിക്ക് കൂടെ അല്ലേ ഉറുമ്പിക്കര? ഇത് വെമ്പിളി വെള്ളച്ചാട്ടം, വെമ്പിളി വാട്ടർഫോൾസ്. ആ, വെമ്പിളി വാട്ടർ ഫോൾസ് ആണ് ഇവിടെ. അതിൽ കൂടെ പോയാൽ കാണുന്നത്. ചെറുക്കനെ കണ്ടോ സെറ്റപ്പ് ആയിട്ടിരിക്കുന്നത്? ഞങ്ങളിങ്ങനെ സെറ്റപ്പ് കുട്ടപ്പിന് വെളുപ്പിച്ചിട്ട് ഉറപ്പിക്കും ഞങ്ങള്. ശേഷം ചെറിയ രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലങ്ങോട്ട് പോവല്ലേ? ലെറ്റ്സ് ഗോ. ഇത്രയും വലിയ ഓഫ് റോഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ വരാണ്. എടുത്തോണ്ട് വരുന്ന അത് പോണ്. ഇപ്പൊ പോയിട്ടിയാ നമ്മള് വണ്ടി കഴുകാനാ പോണത്. ആ വണ്ടി കണ്ടില്ല. അതാ ചെറിയ നല്ലട്ടാ അതിന്റെ കാര്യം അവിടെ. ഞാൻ ഇവിടെ നടന്നത് ഓർമ്മണ്ട കാപ്പി ഓടി. അല്ല വെള്ളം വരുന്ന കേട്ടോ, ഇതൊന്നും ഇല്ല അവിടെ. ഓളെ ഞാൻ കാണിച്ചിട്ട് ഞാനും കാക്ക കോമഡി ആയിരിക്കും. അവിടെ ഇറങ്ങി
ഇവിടെ ഇറങ്ങാൻ പോകായി. അതാ പോണ് ഇപ്പൊ അടിച്ചോനെ. ഓഫ് റോഡ് എന്ന് വെച്ചാൽ പ്രാന്താണ് എൻ്റെ അക്കാക്ക്. അല്ല അതേ വരുന്നു ഓഫ് റോഡ് രാജാവ്. യാ 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 പൊട്ടി അടിയൊക്കെ അടിച്ച്. ഞാനിവിടെ ഇറങ്ങി ഞാൻ നടക്കാണ്. ഇക്കാക്ക അപ്പുറത്തിന്. അയ്യോ ഞാൻ വിൽക്കാൻ വേണ്ടി പോയി. ഇക്കാക്ക അതേ നിൽക്കണം. അയ്യോ പോയിക്കോ പോയിക്കോ, ഞാൻ അങ്ങനെ നടന്നു വരാം. എനിക്ക് വയ്യ, ഭയങ്കര റോഡാണ്. അല്ല പഠിച്ചു അതാ പോണു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളമില്ല. എന്നാലും നമുക്ക് വണ്ടി കഴുകാനും അതുപോലെ കാഴ്ച കാണാനുള്ള അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത്രയില്ല. അതുപോലെ ഇവിടെ ഒരു കല്യാണ പാർട്ടിക്കാരാണ് ജീപ്പുമായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടുകൾ അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കമന്റിൽ. അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് നമ്മൾ കഴിയുമെന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ കണ്ടിട്ട് ഒരു വെള്ളച്ചാട്ടം പോലെ ഇരിക്കുന്നു. വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ കുളിമുമ്പ് ഇങ്ങനെ ചാടി പോകുന്ന സ്ഥലമാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ള സ്ഥലമാണ്. എനിക്ക് ഈ കല്ല് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടൊക്കെ നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു ഭാഗമാണ് കേട്ടോ. ടോൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ കയറി പോയിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുളിപ്പിച്ച് പുട്ടപ്പനാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഫുഡ് അടിക്കണം. കഴിച്ചു ഒരാളുടെ ഫോട്ടോ എടുപ്പ് തമർപ്പാട്ടോ. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി കഴിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ഫുഡ് കഴിക്കാം. കഴിക്കല്ലേ? മാപ്പിളെ പറഞ്ഞ അവിടുന്ന് കഴിക്കാൻ. കുടിവെള്ളം എടുക്കാം കേട്ടോ, നല്ല ഫ്രഷ് വാട്ടർ. മലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് കുപ്പിയിലാക്കണം. അതേ ഇക്കാക്ക വരുന്നുണ്ട് വെള്ളം കുപ്പിലാക്കി. ഫുള്ള് വെള്ളം നിറച്ച് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. പൊരിച്ചമീൻ കാണിച്ചു കൊടുത്താ. പൊരിച്ചമീനൊക്കെ ചോറിനകത്ത് കുഴഞ്ഞു കിടക്കാണ്. പൊരിച്ചമീനും സാമ്പാറും കൂട്ടി ഞങ്ങൾ ഈ ഒരു വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ഞങ്ങൾ ഇതിൻ്റെ ചോട്ടിരുന്നോണ്ടാട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കുന്നത്. നല്ല വെയിലുണ്ട്. ഷാമ്പ് ഒഴിക്കുന്നുണ്ടോ? ആ ഷാമ്പ് ഒഴിച്ചിട്ട് എന്താട്ടാ മോള് കുഞ്ഞി? ചെളിയുള്ള ഭാഗങ്ങൾ കഴിയാം. ആ എവിടാണ് ഫസ്റ്റ് ചെളിയുള്ള ഭാഗം? ഷാമ്പ് അങ്ങനെ വെക്കൽ തന്നെയാണോ അതോ അതിങ്ങനെ തേക്കുന്നില്ലേ? അല്ലാതെ കഴിച്ചു കഴിയണം. കുറെ നാളായി കഴിഞ്ഞിട്ട് അത് ഇഷ്ടംപോലെ വെള്ളം ഒന്നാണ്. ഇഷ്ടംപോലെ വെള്ളം, ഒത്തിരി വെള്ളച്ചാട്ടുണ്ട്. ഇതിനെക്കാട് സൂപ്പർ ആയിരുന്നു കുറച്ചു മുമ്പേ. ഇതല്ലോ ഒക്കെ ഇനി സ്പോട്ട് നോക്കിട്ട് തേക്ക് നാടൻ. വാവും വെളുപ്പിക്കാൻ കിടക്കെ ഇവിടെ കറുപ്പിലാണ്ട് കാണുന്നത്. ഇവിടെ ഇക്കാക്ക തേച്ച് പൊളിപ്പിച്ചു. വാവ്. ആ ഇനി അത് പോവില്ല, കാരണം നമ്മളത് എന്ത് തട്ടിയത് ഇക്കാക്കത്? അല്ലാന്ന് എങ്ങനെ കയറിയത്? ആ ഞാൻ തേക്കൂല ഇക്കാക്ക. മടിച്ചായിട്ടല്ല, എനിക്ക് കൈ ഉളിക്കൊണ്ട് എനിക്കൊന്നും തേക്കാൻ കഴിയുന്നില്ല. പതിനെട്ട് മുക്കിയെടുക്കും ഞങ്ങള് കിട്ടും അല്ലേ കാക്ക? വണ്ടി കഴുകുമ്പോ കാക്ക എന്താണ് അത് മനസ്സിലിരുന്നത്? ഭയങ്കര ഇഷ്ടമാണ്. ആ എത്ര മണിക്കൂർ വെച്ച് കഴുകല്? നേരത്തെ ആവുന്നെങ്കില് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴുകും. ആ അതിലൊക്കെ നല്ലപോലെ വരച്ച്. ഇപ്പോഴും അത് ചെയ്യൂല? ഇപ്പൊ അതിന് ഞാൻ സൂക്ഷിക്കും. മഴ വണ്ടി ഇറക്കും. ആ കൈ പിടിക്കുന്ന കവർ ചെയ്യും. ഇതിനകത്ത് നല്ല പൊടി ഉണ്ടാവും. ഈ ഭാഗത്തൊക്കെ അതുണ്ടോ? ഇതിന്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അത്രയും ചെളി ഉണ്ടാവും. അത്രയും ചളി ഇരിക്കുന്നുണ്ടാ. കഴുകുമ്പോ നമ്മള് വൃത്തിയില്ല. അതങ്ങനാണല്ലോ. ഇങ്ങനെ കഴുകും. കാഴ്ച അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നു. ഇവിടെ എത്തുമ്പോ കള 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 കള. വെളിച്ചിട്ടില്ല വെളിച്ചിട്ടില്ല. ഇവിടെ ചളിയുണ്ട്, ഇവിടെ ചളിയുണ്ട്, ഇവിടെ ചളിയുണ്ട്, ഇവിടെ ചളിയുണ്ട്. ഞാൻ പണി എടുപ്പിക്കും. കഴുകി പോവും. തിളങ്ങുന്നുണ്ട് കാക്ക. നമുക്ക് വണ്ടി കഴുകി കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നു നോക്കാം അല്ലേ കാക്ക? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ കഴുകുണ്ടാന്ന്. ഇതിന്റെ കളർ കഴുകണമെന്നിട്ട് ഒരു സങ്കടം. അപ്പൊ ഞാനും കൂടെ ഒന്ന് കേൾക്കാൻ വിചാരിച്ചു. കൈക്ക് വേദന തോന്നുന്നില്ല, നാല് കേൾക്കട്ടെ അങ്ങോട്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ, സൂര്യനൊക്കെ അസ്തമിച്ച് ഈ ഒരു ബ്ലാക്ക് പരുവത്തിലോട്ടായി വരുന്നുണ്ട്. ഉൾക്കാട്ടിലെ ഈ കാണുന്ന വഴി കൂടെ ആട്ടോ നമ്മൾ വണ്ടി ഓടിച്ചു വന്നത്. വെള്ളത്തിലിറക്കി നിർത്തിക്കൊണ്ടാട്ടോ നമ്മൾ വണ്ടി കഴുകുന്നത്.
ഈ കാണുന്ന പാറയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉരുള് പൊട്ടുന്ന സമയത്ത് മലമുകളിൽ നിന്ന് ഓരോ പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പാറകളായിട്ട് താഴത്തേക്ക് വന്ന് വീഴുന്ന കേട്ടോ. ഇതിനകത്തു കൂടെയാണ് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകി പോകുന്നത്. ഉരുള് പൊട്ടുന്ന സമയത്ത് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരത്തേ ഇല്ല, കാരണം അത്രയ്ക്ക് സീനായിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാനും ഇവിടെ വന്ന് എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഒത്തിരി അധികം ടൂറിസ്റ്റുകളും അതുപോലെ ഇവിടെ ഉള്ള ആൾക്കാരും ഒത്തിരി അധികം വരുന്നൊരു സ്പോട്ട് കൂടിയാട്ടോ. എന്താ നമ്മുടെ വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടോ, അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊരു വെള്ളമാണ്, തലയൊക്കെ കഴുകി കുട്ടത്തിയായി. ഇനി അതോട് തിരിച്ചു പോകട്ടെ. ഏകദേശം രാത്രി ആവാറായി. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കണ്ടില്ല തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചുരുക്കമായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോയില്ലെങ്കിൽ കൂടുതൽ ഇരുട്ടാവും, നമ്മൾ കാട്ടിനകത്താണ്. അപ്പോ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ, നല്ല തണുത്ത വെള്ളം. എന്താ നോക്കണേ? ഈ സാധനം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. എങ്ങനെ പൊട്ടിക്കൂ? പൊട്ടിക്കാനാണ് സാധനം. കടിച്ചോട്ടിച്ചോ? കടിച്ചോട്ടില്ല. പല്ലായതോ? ഒന്നില്ല എനിക്ക്. എന്തൊക്കെ ഉണ്ട്. മധുരം കാണിച്ചാ കാണിച്ചാ. നാരങ്ങ പൊട്ടിക്കുന്ന ടേസ്റ്റ് നമുക്ക് ഒലിന്നല്ല. സൂപ്പറാട്ടോ. എന്റെ ഫ്രൂട്ട് എന്തോ എന്തൊക്കെ പേര് പറഞ്ഞു. ആദ്യമായിട്ട് വരുന്ന പേരാട്ടോ. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഒരു വെള്ള കളറ്, നമ്മുടെ ക്രീം പോലെ നല്ല മധുരമുണ്ട്. ഞാൻ എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനം കഴിക്കണം. ആരെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇത് പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് മഞ്ഞ കളറ് വെച്ചേരും, ഇല്ലെങ്കിൽ ഇത് പച്ച കളറാണ്. നമ്മുടെ കരിക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് നെയ് കഴിച്ചു നോക്കും. കരിക്കിന്റെ മറ്റേ മുങ്കില്ലേ, അതിന്റെ പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് ഉറിഞ്ഞ് തിന്ന് തീർക്കാനുള്ള പരിപാടിയാണ്. കുരുണ്ട് നമുക്കൂടെ കുഴിച്ചിടാം. ഇതാട്ടോ ഇതിന്റെ കുരു ആണോ, നമുക്കൊണ്ട് കുഴിച്ചിട്ട് നോക്കാം. എങ്ങനെ ഉണ്ടോ അറിയില്ല. ഇതാണ് ഇതിന്റെ കുരു. ഇതാട്ടോ ഇതുണ്ടോ, ഇതെങ്ങനെ ഇരിക്കും. ഇതിന് സെൻറ്ററിൽ ഇതുപോലെ ഒരു വരയൊക്കെ ഉണ്ട്. പൊടിച്ചേരാൻ പറഞ്ഞിട്ട് പൊടിച്ചല്ല. എനിക്കണ്ട കുരു കുരു ഉണ്ട്. അതാൻ്റെ കുരുവാണ്. സാധനം കൊള്ളാട്ടോ, സൂപ്പർ. ബൈക്കിന്റെ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഞാൻ കാല് പൊക്കുന്ന സമയത്ത് എൻ്റെ കാല് നല്ലൊരു ഇടി ഇടിച്ചിട്ടോ. എന്നാ വേദനയായിരുന്നോന്നറിയോ. കാണത്തില്ല എന്തോ ഇവിടെ ഇത് ഇടിച്ചതുണ്ടോ, കമ്പിലടിച്ചത്. കമ്പിക്ക് വണ്ടി കയറ്റി വെച്ച ഭാഗത്ത് കൂടെ അല്ല കേട്ടോ വണ്ടി തിരിച്ചിറക്കി. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം അത്രയും വലിയ കല്ലുണ്ടോ, അതിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു. അത്യാവശ്യം നല്ല പണി പെട്ടുട്ടോ. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് വരെ ഇടിച്ച് വരച്ചോണ്ടാണ് ഞാൻ ഇറക്കിക്കൊണ്ട് വന്നത്. നമ്മള് വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞു, രാത്രി ആയിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള വണ്ടിപ്രാന്തന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അടിപൊളി സ്പോട്ടാണ് ഇത്. നമ്മുടെ വെമ്പളി വെള്ളച്ചാട്ടം പോകുന്നതിന് അത് കഴിയുമ്പോൾ റൈറ്റ് തിരിഞ്ഞ് വന്നാലാണ് ഈ സ്പോട്ടിലെത്തുക. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും അമ്പിളിയമ്മാനെ കണ്ടോ, അത്യാവശ്യം നല്ല രാത്രി ആയിട്ടോ. പറഞ്ഞല്ലേ രാത്രി പോണ്ടാന്ന്. അവിടെ ഒന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. നല്ല പോലെ പേടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന പശുക്കളൊക്കെ റോട്ടിൽ തന്നെ കേട്ടോ കിടന്നുറങ്ങുന്നത്. ഞങ്ങളങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോയി.